ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഐസോമെട്രിക് ഓഫ് ഹെമിസ്ഫിയർ ആണ് നോക്കാൻ പോണത്. അപ്പോൾ ഐസോമെട്രിക് ഓഫ് ഹെമിസ്ഫിയർ എങ്ങനെ ഹെമിസ്ഫിയറിൻ്റെ ഐസോമെട്രിക് വ്യൂവും ഐസോമെട്രിക് പ്രൊജക്ഷനും എളുപ്പത്തിൽ വരയ്ക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഐസോമെട്രിക് ഓഫ് ഹെമിസ്ഫിയറിൽ തന്നെ ഐസോമെട്രിക് വ്യൂവും ഐസോമെട്രിക് പ്രൊജക്ഷനും നമ്മൾ നോക്കും. അപ്പോൾ ആദ്യം നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെമിസ്ഫിയർ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യണ പൊസിഷനിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഐസോമെട്രിക് എങ്ങനെ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എങ്ങനെ റെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഹെമിസ്ഫിയറിൻ്റെ സർക്കുലർ ഫേസ് ടോപ്പിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഐസോമെട്രിക് വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ ഒരു XY ലൈൻ വരച്ചു. ദെൻ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. ഹെമിസ്ഫിയറിൻ്റെ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. കാരണം നമുക്ക് ടോപ്പ് വ്യൂവിലാണ് അതിൻ്റെ സർക്കിൾ കിട്ടുക. കാരണം എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യണു. റെസ്റ്റ് ചെയ്യുമ്പോൾ ആ സർക്കുലർ ഫേസ് മുകളിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കണ ഇതിൽ. അപ്പോൾ ഞാനിവിടെ 15 mm റേഡിയസ് എടുത്തിട്ടാണ് ഈ സ്പിയറിൻ്റെ ടോപ്പ് വ്യൂ വരച്ചിരിക്കുന്നത്. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്തത് എന്താണ്, ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ എൻഡ്സിൽ നിന്ന് പ്രൊജക്ടേഴ്സ് വരയ്ക്കുകയാണ്. നമ്മൾ ടോപ്പ് വ്യൂ സർക്കിൾ വരച്ചു. ആ സർക്കിൾ വരച്ചതിന് ശേഷം ആ സർക്കിളിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പ്രൊജക്ടേഴ്സ് വരച്ചു. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്രൊജക്ടർ വരച്ചു. സർക്കിളിൻ്റെ രണ്ട് എൻഡ്സിൽ നിന്നും പ്രൊജക്ടേഴ്സ് വരച്ചു. ദെൻ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ പോയിൻ്റാണ്, അത് സെൻറ്ററിൻ്റെ ഈ പോയിൻ്റാണ്. കാരണം ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഹെമിസ്ഫിയർ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നത്. ആ റെസ്റ്റിംഗ് പോയിന്റിന് P' എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾക്ക് ഇതിൻ്റെ ഹെമിസ്ഫിയറിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ കാണുന്നത്. ഓക്കെ, ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ ഈ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് ആയിരിക്കും ഈ റെസ്റ്റിംഗ് പോയിന്റിൽ നിന്ന് ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഞാൻ 15 mm ആണ് റേഡിയസ് എടുത്തിരിക്കുന്നത്. സോ നമ്മൾ സ്കെയിലിൽ നിന്ന് പ്ലേസ് ചെയ്ത് 15 mm ഇതിൽ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യണം. ആ പോയിന്റിനെ ഞാൻ O' എന്ന് കൊടുക്കണം. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ O' കോമ്പസ് പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തിട്ട് O', P' ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുക്കണം. എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, കർവ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. കാരണം ഹെമിസ്ഫിയർ ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ടോപ്പിൽ കിട്ടും. സോ ദിസ് ഈസ് അവർ ഹെമിസ്ഫിയർ. അപ്പോൾ ഇത് നമ്മൾ എന്താണ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനായി. ഇനി ഇത് ഐസോമെട്രിക് വരയ്ക്കണമെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ടോപ്പ് വ്യൂവിലുള്ള ഈ സർക്കിളിന് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ P' റെസ്റ്റിംഗ് പോയിൻ്റ് ആണ്. O' ഈ ഹെമിസ്ഫിയറിൻ്റെ സെൻറ്ററാണ്, ആ സർക്കിളിൻ്റെ സെൻറ്ററാണ്. അടുത്ത സ്റ്റെപ്പ്, ഈ ടോപ്പ് വ്യൂവിലുള്ള സർക്കിളിനെ നമ്മൾ ബോക്സിൽ എൻക്ലോസ് ചെയ്യണം. ഓക്കെ, ടോപ്പ് വ്യൂവിലുള്ള സർക്കിൾ ബോക്സിൽ എൻക്ലോസ് ചെയ്യണം. ഇതാണ് നമ്മൾ സ്പിയറും ഹെമിസ്ഫിയറും വരയ്ക്കുമ്പോഴുള്ള ഡിഫറൻസ് ഇതാണ്. ഓക്കെ, സ്പിയർ വരയ്ക്കുമ്പോൾ നമ്മൾ ആ സർക്കിളിനെ എൻക്ലോസ് ഒന്നും ചെയ്യില്ല. ബട്ട് ഇവിടുത്തെ കേസിൽ എന്താണ്, നമ്മൾ എൻക്ലോസ് ചെയ്യണം. എൻക്ലോസ് ചെയ്തിട്ട് 1 2 3 4 ഒന്ന് പറഞ്ഞ് നെയിം കൊടുക്കണം. ഓക്കെ, നമ്മൾ ഈ ബോക്സിന് 1 2 3 4 എന്ന് പേര് കൊടുത്തതിന് ശേഷം നമ്മൾ ഐസോമെട്രിക് വരയ്ക്കാൻ പോവുകയാണ്. സോ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത്. വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു റെഫറൻസ് ലൈൻ വരച്ചു. ഒരു റെഫറൻസ് ലൈൻ ഇടുകയാണ്. ഒരു റെഫറൻസ് ലൈൻ വരച്ചു. അതിലൊരു പോയിൻ്റ് ഇട്ടു. ആ പോയിൻറ്റിന് 1 എന്ന് കൊടുത്തു. 1 എന്ന് കൊടുത്തതിന് ശേഷം ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യണം. പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്തിട്ട് രണ്ട് സൈഡും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും 30 ഡിഗ്രി മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തതിന് ശേഷം ലൈൻസ് 30 ഡിഗ്രിയിൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും 30 ഡിഗ്രിയിൽ ലൈൻസ് വരയ്ക്കുകയാണ്. ഇവിടെ പേര് കൊടുക്കുന്നു 2, ഇവിടെ 4, ദെൻ 3 എന്ന് പറഞ്ഞ പോയിന്റ് പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യാനായിട്ട് 2ൽ നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കണം. 2ൽ പ്ലേസ് ചെയ്യണം, ആർക്ക് കട്ട് ചെയ്യണം. അതേപോലെ 4ൽ നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കണം. 4ൽ പ്ലേസ് ചെയ്യണം, ആർക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ അത് രണ്ടും മീറ്റ് ചെയ്യണ പോയിൻ്റ് ആയിരിക്കും ഈ 3. അത് നമ്മൾ എന്ത് ചെയ്യാണ്, വരയ്ക്കുകയാണ്. ഇത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ അതുപോലെ ആ ഡിസ്റ്റൻസ് എടുക്കാനുള്ള കാരണം നമ്മളിവിടെ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കുന്നത്. വരയ്ക്കുമ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് തന്നെ എടുത്താൽ മതി. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ 1ൽ നിന്ന് 1ൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിട്ടുള്ള 2ഉം 3ഉം 3ഉം 4 ഉണ്ട്. അതിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുക. ആദ്യം നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് 2ൻ്റെയും 3ൻ്റെയും മിഡ് പോയിൻ്റ് എത്രയും നോക്കുക, അത് മാർക്ക് ചെയ്യുക. ദെൻ 1ൽ നിന്ന് ആ മിഡ് പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുക. അതേപോലെ 1ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 3ഉം 4ഉം ഉണ്ട്, അതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുക. സിമിലർലി 3ൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള 1ഉം 2ഉം 1ഉം 4ഉം ഉണ്ട്, അതിൻ്റെ മിഡ് പോയിന്റിലേക്കും എന്ത് ചെയ്യുക, ലൈൻസ് വരയ്ക്കുക.
ഓക്കെ, ലൈൻസ് വരച്ചു. ഇവിടെയൊക്കെ മീറ്റ് ചെയ്യണ പോയിൻറ്റ്സ് ഉണ്ട്. അടുത്തത് കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തിട്ട് 1 പ്ലേസ് ചെയ്യണു. 1 പ്ലേസ് ചെയ്തിട്ട് ഈ ലൈൻ റേഡിയസ് ആക്കി എടുക്കണു. ഈ 1ൻ്റെ ഈ ലൈൻ റേഡിയസ് ആക്കി എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ എന്താണ് ഒരു കർവ് കട്ട് ചെയ്യാണ് ചെയ്യുക. ഒരു കർവ് കട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. സിമിലർലി 3 കോമ്പസ് പ്ലേസ് ചെയ്യണു. ഈ ലൈൻ റേഡിയസ് ആക്കി എടുക്കണു. ഇവിടെ നിന്ന് എന്താണ് നമ്മളൊരു കർവ് കട്ട് ചെയ്യാണ് ചെയ്യുക. സോ നമുക്ക് കർവ് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ ഇത് രണ്ടും മീറ്റ് ചെയ്ത പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ കോമ്പസ് പ്ലേസ് ചെയ്യണു. ഈ ഒരു ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുക്കണു. ജസ്റ്റ് നമ്മളൊരു കർവ് വരയ്ക്കുകയാണ് ചെയ്യുക. വരയ്ക്കുമ്പോൾ കർവ് കിട്ടും. സിമിലർലി ഇവിടെ കോമ്പസ് പ്ലേസ് ചെയ്യണു. ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുക്കണു. ഒരു കർവ് വരയ്ക്കുകയാണ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ആൻ എലിപ്സ്. ഓക്കെ, എലിപ്സ് കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എലിപ്സ് മേജർ ആക്സിസ് ആൻഡ് ദിസ് ഈസ് എലിപ്സ് മൈനർ ആക്സിസ്. ഈ രണ്ട് ആക്സിസും കൂടി മീറ്റ് ചെയ്യണ പോയിൻ്റാണ് എന്ത്, നമ്മളെ സെൻറ്റർ. ഓക്കെ, ഹെമിസ്ഫിയറിൻ്റെ ഈ ടോപ്പ് ഫേസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എലിപ്സ് ആണല്ലോ വരച്ചിരിക്കുന്നത്. എലിപ്സ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഐസോമെട്രിക് ആണ്. അപ്പോൾ ഇത് ഹെമിസ്ഫിയറിൻ്റെ ടോപ്പ് സർഫസ് ആണ്. ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് അവർ ഹെമിസ്ഫിയർ. സോ നമുക്കിതിനെ മാർക്ക് ചെയ്യാം, O എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. കാരണം നമ്മളിവിടെ O ഡാഷ് കൊടുത്തിട്ടുണ്ട്. സിമിലർലി ഇവിടെ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിൻ്റ് ആയിരിക്കും നമ്മൾ റെസ്റ്റിംഗ് പോയിൻ്റ് ആയിട്ട് വരിക. ഇവിടെ തന്നെ നമ്മൾക്ക് എന്തെന്ന് മാർക്ക് ചെയ്യാം, P എന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾ ഈ P to O എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് R ആയിരിക്കും കിട്ടുക. ഓക്കെ, R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഇവിടെ P ഡാഷ് ടു O ഡാഷ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്രയായിരുന്നു, R ആണ്. ഓക്കെ, R എന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുക. കാരണം ഇത് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് തന്നെ ട്രൂ ലെങ്ത് ആണ്. അടുത്ത സ്റ്റെപ്പ്, ഇവിടെ നമ്മൾ ഈ ഹെമിസ്ഫിയറിൻ്റെ സെൻറ്ററിൽ കോമ്പസ് പ്ലേസ് ചെയ്യുകയാണ്. പ്ലേസ് ചെയ്തിട്ട് ഈ മേജർ ആക്സിസിൻ്റെ ഹാഫ് എടുക്കണം. ഹാഫ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കർവ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, കർവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഇങ്ങനെ കിട്ടും. സോ ദിസ് ഈസ് അവർ വാട്ട് ഹെമിസ്ഫിയർ. നമ്മൾ ഹെമിസ്ഫിയർ വരച്ചത് ശരിയാണോ എന്നറിയാൻ സ്ഫിയറിലെ പോലെ തന്നെ സെയിം കോൺസെപ്റ്റ് ആണ്. ഈ P എന്ന് പറയുന്ന പോയിൻ്റാണ് റെസ്റ്റിംഗ് പോയിൻ്റ്. Pൻ്റെ താഴെ കൂടെ വേണം ഈ കർവ് വരാൻ. സോ ഇതാണ് എന്താ ഐസോമെട്രിക് വ്യൂ. ഇനിയിപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക, നമ്മൾ ഈ ബോക്സ് വരയ്ക്കണതെല്ലാം എന്താണ് ഐസോമെട്രിക് ലെങ്ത്തിലാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ഇതിനെ ഈ ബോക്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞു ഇത് റേഡിയസ് 30 ആണ് എടുത്തു, 15 ആണ് എടുത്തു എന്ന് പറഞ്ഞു. സോ ഇവിടെ ഡയമീറ്റർ നമുക്ക് എത്ര കിട്ടുക, 30 ആണ് വരിക. സോ ഇവിടെ ലെങ്ത്ത് 30 തന്നെയാണ് വരിക. ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് പോയിൻ്റ് തൊട്ട് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ് വരിക. നേരെ മറിച്ച് ഇനിയിപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കാം. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ഇതുപോലെ റെഫറൻസ് ലൈൻ വരയ്ക്കണു. ഈ പോയിൻ്റ് 1 എന്ന് കൊടുക്കണു. 30 ഡിഗ്രിയിൽ റൈറ്റിലേക്കും 30 ഡിഗ്രിയിൽ ലെഫ്റ്റിലേക്കും ലൈൻ വരയ്ക്കുന്നുണ്ട്. ദെൻ ഇവിടെ 1, 2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇത് 30 ആണ്. അപ്പോൾ അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് കാണണം. സോ 30 × 0.82 എന്ന് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ഐസോമെട്രിക് ലെങ്ത് ഓഫ് 30 കിട്ടും. ആ മെഷർമെൻ്റ് എടുക്കുക. ആ മെഷർമെൻ്റ് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യണു. 2 എന്ന് കൊടുക്കണം. അതേപോലെ ഇതൊരു സ്ക്വയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ സെയിം ലെങ്ത് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 4 എന്ന് മാർക്ക് ചെയ്യണു. ദെൻ 2ഉം 3ഉം ഡിസ്റ്റൻസ് നമ്മൾ കാണുന്നു. 2 നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ് ആർക്ക് വരയ്ക്കണം, 4 നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസിൽ ആർക്ക് വരയ്ക്കണം. ഇവിടെ പോയിൻ്റ് കിട്ടും. നമ്മളത് കംപ്ലീറ്റ് ചെയ്യണു. ദെൻ 1ൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് ലൈൻ വരയ്ക്കണം. 3ൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് ലൈൻ വരയ്ക്കണം. ഈ 1ൽ കോമ്പസ് പ്ലേസ് ചെയ്യണം. ഇവിടെ കർവ് വരയ്ക്കണം. 3ൽ കോമ്പസ് പ്ലേസ് ചെയ്യണം. ഇവിടെ കർവ് വരയ്ക്കണം. ഈ റെസ്റ്റിംഗ് പോയിന്റിൽ കോമ്പസ് പ്ലേസ് ചെയ്യണം, കർവ് വരയ്ക്കണം. ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ കോമ്പസ് പ്ലേസ് ചെയ്യണം. ഇവിടെ കർവ് വരയ്ക്കണം. ദെൻ ഇതിൻ്റെ മേജർ ആക്സിസ്, ഇതിൻ്റെ മൈനർ ആക്സിസ്, അത് രണ്ടും മീറ്റ് ചെയ്യണം സെൻറ്റർ. ദാറ്റ് വിൽ ബി അവർ O. ഈ 1 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും P. ദെൻ കോമ്പസ് ഈ സെൻറ്ററിൽ പ്ലേസ് ചെയ്യണം. ഈ മേജർ ആക്സിസിൻ്റെ ഹാഫ് എടുക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഹെമിസ്ഫിയർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, അതായത് ഈ റെസ്റ്റിംഗ് പോയിന്റ് തൊട്ട് ഈ സ്ഫിയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R × 0.82 ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ ബോക്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെയാണ്
ഇത് 30 ആണെന്ന് പറഞ്ഞു. സോ ഇത് 30 ഇൻറ്റു 0.82 ആയിരിക്കും. ഇതാണ് ഡിഫറൻസ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഈ ഡിസ്റ്റൻസ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് കിട്ടുക, വരച്ച് കിട്ടുമ്പോൾ ഇത് 6 ഇൻറ്റു 0.82 ആകും. കാരണം ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. അപ്പോൾ ഈ റെസ്റ്റിംഗ് പോയിന്റ് ടു സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഒരു ലൈനാണ്. അപ്പോൾ ലൈൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ അതിനെ ഐസോമെട്രിക് ലെങ്ത്ത് കാണണം. അതിനാണ് ഇത് ചെയ്തത്. ഓക്കെ, ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഹെമിസ്ഫിയർ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഫേസാണ് എന്ത്, സർക്കുലർ ഫേസ്, അത് ഫേസിങ് ടോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നേരെ തിരിച്ച് തലതിരിച്ച് വരികയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൽ പറയാം. തലതിരിച്ചെന്ന് പറഞ്ഞാൽ ഈ സർക്കുലർ ഫേസ് റെസ്റ്റിംഗ് ഓൺ HP ആണെങ്കിൽ നമ്മൾ റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. ഓർത്തോഗ്രാഫിക്കിന് XY വരച്ചു. ടോപ്പ് വ്യൂവിൽ തന്നെയാണ് സർക്കിൾ വരിക. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ നിന്നും വരച്ചു, സെൻറ്റർ പോയിൻ്റ് ഇട്ടു. ദെൻ ഇവിടെ ആ ടോപ്പ് സർഫസിലേക്കുള്ള പോയിൻ്റ് ഇട്ടു. ഇവിടെ ഹെമിസ്ഫിയർ ഇങ്ങനെയായിരിക്കും വരിക. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, ഹെമിസ്ഫിയർ ഇങ്ങനെയായിരിക്കും വരിക. സോ ദിസ് വിൽ ബി ദ ഹെമിസ്ഫിയറിൻ്റെ ടോപ്പ് സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇവിടെ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ O' കൊടുക്കുക, അല്ലെങ്കിൽ P' കൊടുക്കുക. ഡസൻ മാറ്റർ, നെയിമിങ് നമ്മൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ദിസ് വിൽ ബി അവർ P' കൊടുക്കുക. ദെൻ ആസ് യൂഷ്വൽ ഈ സർക്കിളിനെ നമ്മൾ ബോക്സിലിടുകയാണ്. ബോക്സിലിട്ടിട്ട് 1 2 3 4 എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ഐസോമെട്രിക് വരയ്ക്കണമെങ്കിൽ ഇവിടെ റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. ഇവിടെ പോയിൻ്റ് ഇടണു, 1 ഇടണു, റൈറ്റിലേക്ക് 30 ഡിഗ്രി, ലെഫ്റ്റിലേക്ക് 30 ഡിഗ്രി. ദെൻ ഇവിടെ നിന്ന് 1 നിന്നുള്ള 2ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു, 2 എന്ന് മാർക്ക് ചെയ്യണു. 1 നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തു, ഇവിടെ 4 മാർക്ക് ചെയ്യണു. 2 നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു, ഇവിടെ നിന്ന് ആർക്ക് കട്ട് ചെയ്യണു. 4 നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു, 4ൽ വെച്ച് ആർക്ക് കട്ട് ചെയ്യണു. സോ ഇവിടെ 3 നിന്ന് കിട്ടും. ഇത് നമ്മൾ ഫിനിഷ് ചെയ്യണു. ദെൻ 1ൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൈൻസ് വരയ്ക്കുന്നു. 3ൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡിലേക്ക് ലൈൻ വരയ്ക്കുന്നു. ഇവിടെ നമ്മൾ സർക്കിളിൻ്റെ പ്രൊജക്ഷനായിട്ടുള്ള എലിപ്സ് 4 സെൻറ്റിമീറ്റർ കംപ്ലീറ്റ് ചെയ്യണു. ദെൻ മേജർ ആക്സിസ് മൈനർ ആക്സിസ് വരയ്ക്കണം. അതിൻ്റെ സെൻറ്റർ കിട്ടി. ഇതെന്താ ചെയ്യുന്നത്? ഈ ഫേസാണ്, ഈ സർക്കുലർ ഫേസാണ് താഴെ വരുന്നത് അല്ലേ. ഈ സർക്കുലർ ഫേസാണ് താഴെ ഫേസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണു? ഇവിടെ കോമ്പസ് വെക്കണു. ഇത് റേഡിയസ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. സോ ദിസ് വിൽ ബി അവർ സെൻറ്റർ പോയിൻ്റ്. എന്ത് O എന്ന് വരിക. ഇവിടെ ആയിരിക്കും എന്ത് നമ്മളെ P എന്ന് വരിക. P എന്ന് പറഞ്ഞ പോയിൻ്റ് വരിക. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി ദാറ്റ് ഇവിടെയുള്ള റേഡിയസിൻ്റെ ഡിസ്റ്റൻസ് വരിക. ഓക്കെ, ഇവിടെ ഇത് 6 ആണെങ്കിൽ 6 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, ഇവിടെ ഇത് 6 ആയിരിക്കും വരിക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഐസോമെട്രിക് വ്യൂ, ഐസോമെട്രിക് പ്രൊജക്ഷൻ. ദെൻ ഇത് സ്പിയറിൻ്റെ സർക്കുലർ ഫേസാണ്. താഴെ ഭാഗത്തേക്കുള്ള ആണെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കാമെന്നുള്ള കണ്ടീഷനാണ്. ഇവിടുത്തെ സ്പിയർ റെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സർക്കുലർ ഫേസിങ് അപ്വേർഡ് ആണെങ്കിൽ അതിൻ്റെ ഐസോമെട്രിക് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഓർത്തോഗ്രാഫിക് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഐസോമെട്രിക്സ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, താങ്ക് യു.